ഹലോ ഫ്രണ്ട്സ്, ടെക്നിക്കിൻ്റെ മലയാളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഒരു അഫോർഡബിൾ ബഡ്ജറ്റ് ലാപ്ടോപ്പാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനലിൽ നമ്മൾ ഒന്ന് രണ്ട് ലാപ്ടോപ്പ് ഇതിനു മുമ്പും അൺബോക്സും റിവ്യൂവും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഏസൂസിൻ്റെ ഒരു മിഡ് റേഞ്ച് ലാപ്ടോപ്പാണ് ഉള്ളത്. അപ്പോൾ ഏസൂസിൻ്റെ പല സീരീസ് ഓഫ് ലാപ്ടോപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ZenBook സീരീസ് എന്ന് പറഞ്ഞാൽ പ്രീമിയം ലാപ്ടോപ്പാണ്, അതായത് 1,00,000 രൂപേൻ്റെ മേളിൽ വരുന്ന ലാപ്ടോപ്പാണ് ZenBook. അപ്പോൾ അതേപോലെ തന്നെയുള്ള വേറൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു സീരീസാണ് VivoBook. അപ്പോൾ ഇന്ന് നമ്മൾ VivoBook ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്, ഇതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ASUS VivoBook X505Z എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 30,000 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ രണ്ട് വേരിയൻ്റാണ് അവൈലബിൾ ആവുന്നത്. 8GB റാമും 4GB റാമുമാണ്. അപ്പോൾ 31,000 ആണ് 4GB റാമിനും, 35,000 സ്ലൈറ്റ്ലി എബോവ് ആണ് 8GB റാം. അപ്പോൾ ഇതാണ് VivoBook. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് സ്പെസിഫിക്കേഷൻസ് പറയാം. ഇതിൽ വരുന്നത് രണ്ട് കളേഴ്സിലാണ്, ഗോൾഡും ഡാർക്ക് ഗ്രേ ആണ്. നമ്മുടെ കയ്യിലുള്ള ഡാർക്ക് ഗ്രേ ആണ്. 15.6 ഇഞ്ച് ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് 8GB റാമും പിന്നെ AMD Ryzen 5 പ്രോസസ്സറാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ 2500U എന്ന് പറഞ്ഞ സീരീസിലുള്ളതാണ്. 1TB ഹാർഡ് ഡിസ്ക് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ 8GB റാമും പിന്നെ USB Type-C പോർട്ടുണ്ട്, USB 3.0 പോർട്ടും ഉണ്ട്. പിന്നെ റെഗുലർ USB 2.0 ഇൻക്ലൂഡറാണ്. പിന്നെ Windows 10 ആണ് ഇതിൻ്റെ വേർഷൻ വരുന്നത്. പിന്നെ 3 സെൽ 42 Wh ബാറ്ററിയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു സ്പെസിഫിക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ. ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബോക്സ് ഒന്ന് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ലാപ്ടോപ്പാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് ഏസൂസിൻ്റെ VivoBook സീരീസ്. അപ്പോൾ ഇത് 15.6 ഇഞ്ച് ലാപ്ടോപ്പാണ്. പക്ഷേ ഇതിൻ്റെ 2-3 കാര്യങ്ങൾ പ്രത്യേകത ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇതൊരു 15.6 ഇഞ്ച് ലാപ്ടോപ്പ് ആണെങ്കിലും ട്രഡീഷണൽ 15.6ൻ്റെ അത്ര സൈസ് ഇല്ല. കാരണം ഇതിനകത്ത് നാനോ എഡ്ജ് ഡിസ്പ്ലേ ആണ് വരുന്നത്. നാനോ എഡ്ജ് ഡിസ്പ്ലേനെ കുറിച്ച് നമുക്ക് പറയാം. പിന്നെ ഇതിനകത്ത് ലൈറ്റ് വെയിറ്റ് ആണ്. കുറേയും കൂടെ ഒരു 15.6 ഇഞ്ച് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 2-2.25 കിലോ ഒക്കെയാണ് സാധാരണ വരുന്നത്. പക്ഷേ ഇത് ജസ്റ്റ് 1.6 kg ഉള്ളൂ വെയിറ്റ്. അപ്പോൾ വളരെ ഒരു ലൈറ്റ് വെയിറ്റ് ഡിസൈൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 15.6 ഇഞ്ച് പൊതുവേ ഹെവി ആവാറാണ് ചാൻസ്. പിന്നെ ഇതിനകത്ത് വരുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് വരുന്നത് മാനുവലാണ്, റെഗുലർ മാനുവൽ ആൻഡ് വാറണ്ടി ഇൻഫർമേഷനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് ചാർജറാണ്, സ്റ്റാൻഡേർഡ് ചാർജറാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്തുള്ളത്. ഇനി നമുക്ക് ലാപ്ടോപ്പിനെ കുറിച്ച് വിശദമായി പറയാം. അപ്പോൾ ഇതാണ് ഏസൂസിൻ്റെ VivoBook സീരീസ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാടധികം പ്രത്യേകതകളുണ്ട്. ഫസ്റ്റ് തിങ് നമുക്ക് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയാം. ഇതിനകത്ത് മേൽ ഭാഗത്ത് വരുന്നത് അലുമിനിയം ചാസിയാണ്, അതായത് ഇത് ടോപ്പ് പോർഷൻ അലുമിനിയം ആണ്. ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ താഴത്തെ പാനലെല്ലാം തന്നെ റെഗുലർ പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ വലിയൊരു ഭയങ്കര ഒരു ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ റെഗുലർ ക്വാളിറ്റി ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു നല്ല ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ 2 സ്പീക്കറാണ് വരുന്നത്, സോണിക് മാസ്റ്റർ സ്പീക്കേഴ്സാണ്. ഏസൂസിൻ്റെ സോണിക് മാസ്റ്റർ സീരീസാണ്. നമ്മൾ ZenFone ZenBookലൊക്കെ കണ്ട പോലെ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ പോർട്ട് നോക്കുകയാണെങ്കിൽ ചാർജിങ് സ്ലോട്ടാണ്, പിന്നെ നെറ്റ്വർക്ക് സ്ലോട്ടാണ്, പിന്നെ HDMI, USB Type-C ആൻഡ് USB 3.0 ആണ്. റൈറ്റ് സൈഡിലാണ് ഈ വരുന്നത് 2 USB പോർട്ടും പിന്നെ ഹെഡ്ഫോൺ ജാക്കും മെമ്മറി കാർഡിനുള്ള സ്ലോട്ടും ഇൻക്ലൂഡറാണ്. പിന്നെ ലോക്ക് മെക്കാനിസം. അപ്പോൾ ഇത്രയാണ് പോർട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. പിന്നെ താഴെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പീക്കേഴ്സാണ് ലൊക്കേറ്റഡ്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നത് ഒരു സിൽവർ കളർ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ആക്ച്വലി പ്ലാസ്റ്റിക് ആണ്, പക്ഷേ ഒരു മെറ്റാലിക് കൺസ്ട്രക്ഷൻ്റെ ഒരു ഫീലാണ് ലാപ്ടോപ്പ് തരുന്നത്. അതുകൂടാണ്ട് തന്നെ നല്ലൊരു കീപാഡാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നല്ലൊരു ട്രാവലും നല്ലൊരു എക്സ്പീരിയൻസ് തരുന്ന ഒരു കീപാഡാണ്. ബാക്ക്ലിറ്റ് കീപാഡ് അല്ല, എങ്കിൽ പോലും പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ലൊരു വേർത്തി കീപാഡാണ്. പക്ഷേ ഒരു ഡൗൺ സൈഡ് കീപാഡിന് പറയുകയാണെങ്കിൽ നമ്മുടെ 15.6 ഇഞ്ച് ലാപ്ടോപ്പിൽ സാധാരണ നമ്പർ പാഡും കൂടി 15.6 ഇഞ്ചിൽ കൊടുക്കാറുണ്ട് കീപാഡിനകത്ത്. പക്ഷേ ഇതിനകത്ത് 15.6 ആണെങ്കിലും നമ്പർ പാഡ് മിസ്സിംഗ് ആണ്. അതൊരു പോരായ്മയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലവർക്കായിരിക്കും. പക്ഷേ നമ്പർ പാഡ് നോർമൽ മുകൾ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രാക്ക് പാഡാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ AMD Ryzen 5ൻ്റെ ലോഗോയും പിന്നെ റേഡിയോൺ വേഗ ഗ്രാഫിക്സിൻ്റെയും പടമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ നാനോ എഡ്ജ് ഡിസ്പ്ലേ, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ കീപാഡിൻ്റെ യൂസേജ് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ലാത്ത ഒരു യൂസേജാണ്. കാരണം കീപാഡിൻ്റെ പ്രസ്സിലെ ട്രാവലും ഇഷ്യൂസ് ഒന്നും തന്നെ നമ്മൾ നോക്കാണ്ടില്ല. പിന്നെ ബാക്ക്ലിറ്റ് കീബോർഡ് അല്ലാത്തത് കൊണ്ടുള്ള ഒരു രാത്രി ടൈപ്പ് ചെയ്യാൻ അത്ര ഒരു എളുപ്പമല്ല, പക്ഷേ എങ്കിലും ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ഫീച്ചറാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ
ഡിസ്പ്ലേ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ്നസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേനകത്ത് നമ്മൾ പറഞ്ഞത് 15.6 ഇഞ്ച് ഫുൾ HD റെസൊല്യൂഷനാണ്. മാറ്റ് ഫിനിഷാണ് ഡിസ്പ്ലേക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാം സൈഡ്സിലെ ബെസൽസ് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് നാനോ എഡ്ജ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ നാനോ എഡ്ജ് ഡിസ്പ്ലേൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ 15.6 ഇഞ്ച് ലാപ്ടോപ്പ് ആണെങ്കിൽ ഓൾമോസ്റ്റ് 14.1 ഇഞ്ചിൻ്റെ ഒരു ഫ്രെയിമിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെസൽസ് വളരെ മിനിമലാണ്. മേളിലും താഴെയാണ് ആകെ ബെസൽസ് വരുന്നത്, മേളിലും വളരെ കുറവാണ്. ഫ്രണ്ട് ക്യാമിന് വേണ്ടിയിട്ടുള്ള ഏരിയ മാത്രമേ ഉള്ളൂ. പിന്നെ സൈഡ് ബെസൽസ് ആണ് വളരെ മിനിമലാണ്. പിന്നെ ഡിസ്പ്ലേൻ്റെ പെർഫോമൻസ് നല്ലതാണ് ആക്ച്വലി. നല്ല ബ്രൈറ്റ്നസ് ലെവൽസും നല്ല ഒരു ക്ലാരിറ്റി വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് വേണ്ടി പറയാം. അതുകൂടാണ്ട് തന്നെ വ്യൂവിങ് ആംഗിൾസും അത്യാവശ്യം കുഴപ്പമില്ല. കാരണം ഇതൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ലാപ്ടോപ്പാണ്. ഒരു 30-35 രൂപേൻ്റെ ഒരു ലാപ്ടോപ്പ് ആകുമ്പോൾ നമ്മളൊരു പ്രീമിയം ഫീച്ചർ നമ്മൾ എക്സ്പെക്ട് ചെയ്യാറില്ല. പക്ഷേ ഇത് നല്ലൊരു ഡിസ്പ്ലേ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഇതിനകത്ത് പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ Ryzen 5 AMDൻ്റെ പ്രോസസ്സറാണ് വരുന്നത്. അത് Core i5 ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാവുന്നൊരു പ്രോസസ്സറാണ്. പിന്നെ ഇതിനകത്ത് 8 GB റാമാണ് വരുന്നത്. ഇതിൻ്റെ ബേസ് വേരിയൻറ്റിനകത്ത് 4 GB റാമാണ് വരുന്നത്. അപ്പോൾ ഡേ ടു ഡേ യൂസേജിൽ നല്ലൊരു പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. കാരണം ലാഗോ അങ്ങനത്തെ ഇഷ്യൂസോ ഒന്നും തന്നെ ഇല്ല. നമ്മുടെ നോർമൽ യൂസേജിൽ ഡോക്യുമെൻറ്റ്സും ബ്രൗസിങ്ങും ഇമേജ് എഡിറ്റിങ്ങും ഫോട്ടോഷോപ്പൊക്കെ അത്യാവശ്യം ഈസിലി വർക്ക് ചെയ്യാവുന്നതാണ്. ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പെർഫോമൻസാണ് ഇത് കാഴ്ചവെക്കുന്നത്. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയാവുന്നത് ഇതിൻ്റെ ബാറ്ററി കുറിച്ചാണ്. ഇതിനകത്ത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആയ ബാറ്ററിയാണ്. 45 Wh ബാറ്ററി ആണെങ്കിലും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. 3 സെൽ ബാറ്ററിയാണ്. ഫാസ്റ്റ് ചാർജിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 60% നിങ്ങൾക്ക് 49 മിനിറ്റ്സിൽ 60% വരെ ചാർജ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോഴത്തെ ഒരുവിധം ലാപ്ടോപ്സിലൊക്കെ ചെറിയൊരു ഫാസ്റ്റ് ചാർജിങ് രീതിയിൽ വരാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. പിന്നെ USB Type-C പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര ഒരു മികച്ച ബാറ്ററി ലൈഫ് അല്ല ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു മിഡ് റേഞ്ച് ലാപ്ടോപ്പ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു 30-35 പ്രൈസ് സെഗ്മെൻറ്റിലുള്ള ലാപ്ടോപ്പ് ആണെങ്കിലും ബാറ്ററി ലൈഫ് നമുക്കൊരു 3.5 മണിക്കൂറൊക്കെ നമുക്ക് ഓൺ എ ഡെയിലി ബേസിസ് കിട്ടിയിട്ടുള്ളൂ. മാക്സിമം പോയാൽ നമുക്കൊരു 4 മണിക്കൂറോ അതിന് മുകളിൽ കിട്ടാൻ ഭയങ്കര പാടാണ്. റെഗുലർ യൂസേജിൽ ഒരു 3-3.5 മണിക്കൂറേ നമുക്ക് യൂസേജ് കിട്ടുള്ളൂ. അപ്പോൾ അത് മോശമാണോ എന്ന് ചോദിച്ചാൽ കുറച്ചും കൂടെ ആവാം. ഒരു 4-4.5 മണിക്കൂറൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്നാണ് നമ്മുടെ ഒരു ഇത്. കാരണം 35,000 പ്രൈസ് സെഗ്മെൻറ്റിൽ ബാറ്ററി ലൈഫ് കുറച്ചും കൂടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കാരണം ഇപ്പോൾ ബാറ്ററി ലൈഫ് പൊതുവെ എല്ലാ ലാപ്ടോപ്പിൻ്റെയും ബാറ്ററി ലൈഫ് ഇമ്പ്രൂവ്ഡ് ആയി വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് കുറവാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് 2 വേരിയൻ്റിലാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 GB റാം, അതിൻ്റെ പ്രൈസിങ് അറൗണ്ട് 31,000 ആണ്, 31,000 രൂപയാണ്. പിന്നെ ഇതിനകത്ത് 35,500 എന്താണ് പ്രൈസിങ്. അപ്പോൾ മേടിക്കാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ലാപ്ടോപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് നല്ലൊരു മെറ്റീരിയൽ ക്വാളിറ്റിയും ഫിറ്റ് ആൻഡ് ഫിനിഷും മെറ്റൽ കൺസ്ട്രക്ഷനാണ് ടോപ്പ് പാനലിൽ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷാണ്. പിന്നെ ഇവിടെയും നമുക്കൊരു പാറ്റേൺ കാണാം. നല്ലൊരു പാറ്റേൺ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ഫിനിഷ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലാപ്ടോപ്പ് ആണെന്ന് എനിക്ക് പറയാം. പിന്നെ പെർഫോമൻസ് ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ ഓവറോൾ നല്ലൊരു 30-35,000 പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ലാപ്ടോപ്പ് കൂടിയാണ് ഏസൂസിൻ്റെ വിവോ ബുക്ക്. അപ്പോൾ ഇതായിരുന്നു അൺബോക്സിങ് ആൻഡ് ഹാൻഡ്സ് ഓൺ വിവോ ബുക്കിൻ്റെ. വിവോ ബുക്ക് നമ്മൾ ഇന്ത്യയിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ലോക്കൽ സ്റ്റോഴ്സിലും മേടിക്കാവുന്നതാണ്. അറൗണ്ട് 35,000 ആണ് നമ്മൾ ഈ റിവ്യൂ ചെയ്ത വേരിയൻറ്റിൻ്റെ പ്രൈസിങ്. 8 GB റാമും 1 TB ഹാർഡ് ഡിസ്ക്കുമാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ലാപ്ടോപ്പ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.